Watch full episodes on Jio Hotstar. അല്ല, ഹിമാലയ പർവ്വത സർവശ്രേഷ്ഠൻ കുംഫു മാസ്റ്റർ ഹിം നരേഷ്. നിങ്ങളിവിടെ എപ്പോഴാ വന്ന്? ഇന്ന് വന്നതേ ഉള്ളൂ. എന്റെ കൊച്ചുമകൻ ടിം ടിം കാണാതായിരിക്കുന്നു. എന്താ? കുറച്ചു ദിവസം മുമ്പുള്ള കാര്യമാ. എനിക്ക് മോട്ടു പത്ലൂടെ അടുത്ത് പോണം. എനിക്ക് ഇപ്പോ പോണം. നിനക്ക് ഒരുപാട് ഓർമ്മ വരുന്നുണ്ടല്ലേ? നിനക്ക് മാത്രമല്ല, എനിക്കും അവരുടെ ഓർമ്മ വരുന്നുണ്ട്. കാരണം അവർ നല്ല മനുഷ്യരാ. മോട്ടുവിനെ പോലൊരു ശിഷ്യനെ എനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. എന്നാ പറ മുത്തശ്ശ, എപ്പോഴാ പോവാ? വേഗം തന്നെ പോകാം. ഞാനൊന്ന് തയ്യാറായിക്കോട്ടെ. അതിനു മുമ്പ് നീ ആഹാരം കഴിച്ചുകൊള്ളൂ. അവരു ഭക്ഷണം കഴിക്കാം. ടിം ടിം. അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നത്? പെട്ടെന്ന് ചീറ്റിംഗ്, അത് കഴിഞ്ഞ് ഗോയിങ് ടു സ്ലീപ്പ്. ചീറ്റിംഗ് അല്ല, ഈറ്റിംഗ്. ഈറ്റിംഗ് ആണ് ഇതിന് പറയാ. അത് തന്നെ. ഉക്രയുടെ കൺമറ്റത്ത് നിന്ന് 4 കൈകളുള്ള ഒരു ഭീകരജീവി അവനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ അവനെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അവന് 4 കൈയായാലും ശരി, 14 കൈയായാലും ശരി, നമ്മുടെ ടിം ടിമിനെ പിടിച്ചു കൊണ്ടുപോകുവാനുള്ള ധൈര്യം അവൻ എവിടുന്ന് കിട്ടി? എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. ആ ഭീകരജീവി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന്. ഇവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ വിട്ടിട്ട് എന്റെ കൊച്ചുമകനെ തന്നെ അവൻ എന്തിനാ തിരഞ്ഞെടുത്തത്? ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവനെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ടിം ടിം അവിടെ ഉണ്ടായിരുന്നില്ല, അവന്റെ പെയിന്റിങ്ങും അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ടിം ടിമിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ സഹായിക്കുമോ? ഞങ്ങൾ തീർച്ചയായും ചെയ്യും. ഞങ്ങൾ ടിം ടിമിന് വേണ്ടി ജീവൻ വരെ പണയം വെച്ച് പോരാടും, അല്ലേ കൂട്ടുകാരെ? നമുക്ക് വേഗം പോകാം. ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. ടിം ടിം, നീ എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ നിന്നെ തേടി എത്തിയിരിക്കും. ഈ തവണയും ഞാൻ അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഞാൻ ബെസ്റ്റ് ഫൈറ്ററിനെ തിരഞ്ഞെടുത്ത് ഞാൻ ഒരു അത്ഭുത മനുഷ്യനായി മാറ്റാൻ പോവാണ്. എന്നിട്ട് എന്റെ സേനയിൽ ഞാൻ അതിനെ നിയമിക്കാൻ പോവാണ്. വരൂ മോട്ടു പതലു. ഇനി ടിം ടിമിനെ കിട്ടും, ഉറപ്പായിട്ട് തിരിച്ചു കിട്ടും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ബിലീവ്. അപ്പോ ഹിം നരേഷ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ടിം ടിമിനെയും അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് വിശ്രമിക്കാനൊന്നും ഒട്ടും സമയമില്ല. ഞങ്ങൾ വരട്ടെ. വരൂ. ഞാനും നിങ്ങളോട് ടിം ടിമിനെ അന്വേഷിക്കാം. വലിയേട്ടാ, നിങ്ങൾ ടിം ടിമിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല ഏട്ടാ, ഞാനൊന്നും കണ്ടില്ല. അല്ല, നിങ്ങൾ ഈ ടിം ടിം ആരുടെയെങ്കിലും കൂടെ പോകുന്നത് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടതേ ഇല്ല. ടൈഗറിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമാ, പക്ഷേ ടൈഗർ ചേരിൽ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമല്ല.
നീയും ഇവിടെ അത്ഭുത മനുഷ്യൻ കുംഫു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണല്ലോ. ഇനി നിനക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. അതെ, ഞങ്ങൾ ഇവിടെ അത്ഭുത മനുഷ്യ കുംഫു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനൊന്നും വന്നതല്ല. ടിമിനെ കാണുവാനില്ല. ഞങ്ങൾ അവനെയും അന്വേഷിച്ച് വന്നതാണ്. കേട്ടോ കൂട്ടുകാരെ, ഹിം നരേഷ് ടിമിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഭീരുക്കളുടെ സൈന്യമാണല്ലോ അയച്ചിരിക്കുന്നത്. ഈ ഭീരുക്കളായ ആൾക്കാർ തന്നെയാണ് ഒരു ദിവസം നിന്നെ ഭീരുവാക്കിയിട്ട് പോയത്. അത് നീ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. നിന്നെ ഒന്നും മറക്കാനും അനുവദിക്കില്ല. ഇന്ന് കണക്ക് തീർത്തിരിക്കും. ടൈഗറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചേക്കും, പക്ഷേ ടൈഗർ ചാനിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. ടൈഗർ ചാങ്, നീ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. നീ ഫൈറ്റർ അല്ല, ചെകുത്താനാ. എന്താ പറഞ്ഞേ? എന്നെ നേരിടാൻ നീയോ? ആകാശത്തിന് വന്നിട്ട് ഡോഗിയുടെ പുറത്താണല്ലോ വീണത്. ഡോഗി എന്റെ ചങ്ക്, എന്നെ എങ്ങനെ ഓടിക്കല്ലേ, എനിക്ക് വയ്യ, എന്നെ വിട്ടേക്ക് ഡോഗി. എന്റെ അമ്മോ, പോലീസുകാർക്ക് ഇപ്പൊ എന്തൊരു മോശമായ സമയമാണ്. കോഴിക്കുഞ്ഞു പോലും എന്നെ കളിയാക്കി പോണത് കണ്ടില്ലേ? പൊളിച്ചടുത്തല്ലോ, ഞാനിവിടെ കുടുങ്ങിയിരിക്കാണ്. എന്നെ ആരെങ്കിലും താഴേക്ക് ഇറക്കണേ, വേഗം താഴേക്ക് ഇറക്കണേ പ്ലീസ്. എന്റെ 20 കൊല്ല അനുഭവത്തിൽ ഞാനിങ്ങനെ ഒരിക്കലും തലകുത്തി നിന്നിട്ടില്ല. രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ. മോട്ടു, നിന്റെ മനസ്സ് എത്ര വലുതാണ്. ശത്രുവായിരുന്നിട്ട് കൂടി നീ എന്നെ രക്ഷിച്ചില്ലേ? നോക്കൂ ടൈഗർ ചാൻ, ഞാൻ നിന്നെ ഒരിക്കലും എന്റെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. നീ ഹിം നരേഷിന്റെ മകനെ പോലെയാണ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നീ ആവട്ടെ അദ്ദേഹത്തെ ഒരുപാട് വെറുക്കുകയും ചെയ്യുന്നു. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് കൂടി. ടൈഗർ ചാങ്, നീ ഒരു ധൈര്യശാലിയായ മനുഷ്യനാണ്. പക്ഷേ നീ ക്ഷമ ചോദിക്കാൻ ഭയപ്പെടുന്നു. നിന്റെ തെറ്റ് തിരുത്താനുള്ള നല്ലൊരു അവസരമാണിത്. ടിമിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നീ ഞങ്ങളെ സഹായിക്ക്. ശരി, ടിമിനെ കണ്ടുപിടിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ടിമിനെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഹിം നരേഷിനെ കാണുകയുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ക്ഷമ ചോദിക്കാൻ. ടിമിനെ തട്ടിക്കൊണ്ടുപോയവർ എങ്ങനെയുണ്ടെന്ന് മാത്രം എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. അയാളെ കാണാൻ ടോൾ മാൻ, 4 ഹാൻഡ്, സോറി, ഒരു മാനേഴ്സും ഇല്ലാത്ത ഒരുത്തൻ, രാക്ഷസനെ പോലെ ഇരിക്കും. എന്ത് രാക്ഷസനോ? പക്ഷേ ഇവിടെ എങ്ങും രാക്ഷസനില്ലല്ലോ. പക്ഷേ
ഞാൻ കേട്ടിട്ടുണ്ട് അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ രാക്ഷസരെ പോലുള്ളവരും പങ്കെടുക്കുന്നുണ്ടെന്ന്. ഇനി ഒരുപക്ഷെ അവരായിരിക്കും. എന്നാ പിന്നെ നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകാം. ഞാൻ എന്തായാലും അവിടെ പോകുക തന്നെ ചെയ്യും. അവിടെ ഞാൻ ടിംടിമിനെ അന്വേഷിച്ച് കണ്ടെത്താം. നിങ്ങൾ എല്ലാവരും ഇവിടെ അന്വേഷിക്കും. ഓക്കേ, ഓൾ ദ ബെസ്റ്റ്. പൊളിക്കടുത്തല്ല ഡോക്ടർ ചട്ക, നമ്മള് കുട്ടിയെ അന്വേഷിക്കാൻ വന്നിരിക്കാണോ അതോ വല്ല സൂല് വന്നിരിക്കാണോ? എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടേ ഇല്ല. ശ്രദ്ധിക്കൂ, എല്ലാവരും അവരവരുടെ റൂമിൽ പോയി വിശ്രമിക്കൂ. ഡോക്ടർ സ്നേക് നാളെ രാവിലെ തന്നെ അത്ഭുത മനുഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നിങ്ങളെ എല്ലാവരെയും കാണുന്നതാണ്. എന്റെ പത്ലു, ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് നമ്മൾ എങ്ങനെയാ ടിംടിമിനെ അന്വേഷിക്കുന്നത്? മോട്ടു, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരില്ലായിരുന്നു. നീ എവിടെയാ മോട്ടു? എന്നെ വന്ന് രക്ഷിക്കൂ മോട്ടു, പ്ലീസ്. എന്നെ മുത്തശ്ശന്റെ അടുത്തേക്ക് കൊണ്ടുപോ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തശ്ശന്റെ അടുത്ത് പോണം. മോട്ടു, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. നീ എവിടെയാ മോട്ടു? നാളെ അത്ഭുത മനുഷ്യൻ കുങ്ഫു ചാമ്പ്യൻഷിപ്പിലേക്ക് നീ എന്റെ കൂടെ വരേണ്ടിയിരിക്കുന്നു. ഇല്ല, ഞാൻ വരില്ല. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ പറയുന്നത് എന്തായിരുന്നാലും നീ അതുപോലെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോട് വച്ചിരിക്കില്ല. ഭക്ഷണം കഴിച്ചെങ്കിൽ കിടന്നുറങ്ങിക്കോളൂ. മോട്ടു, പത്ലു, എന്റെ അമ്മോ, ഇത് ഭീകരജീവികളുടെ സംഗമമാണല്ലോ. ഡോക്ടർ സ്നേക്ക് എത്ര ഭീകരജീവികളെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടില്ലേ? വലിയേട്ടാ, ടിംടിം ഇവിടെ വരുമല്ലോ അല്ലേ? മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, ടിംടിം ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരും. കണ്ടില്ലേ എല്ലാ ആൾക്കാരും ഇവിടെ വന്നത്? അതുകൊണ്ട് ഉറപ്പായിട്ട് ടിംടിം ഇവിടെ വരും മോട്ടു. എന്തായി ചെയ്യുന്നത്? എപ്പോഴും ഇങ്ങനെ ടിംടിമിന്റെ പേര് പറഞ്ഞ് പണി മേടിച്ചു കൂട്ടാനാണോ പ്ലാന്? ആർക്കെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാൽ നമുക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല, ടിംടിമിനെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പദ്ധതികളെല്ലാം ഇവിടെ ഇരുചെവി അറിയാതെ വേണം നടപ്പിലാക്കാൻ. മനസ്സിലായോ? നിശബ്ദരായിരിക്കൂ, മന്ത്രവാദികളിൽ മന്ത്രവാദി ഡോക്ടർ സ്നേക് ഇതാ എഴുന്നള്ളുന്നു. എന്തായി ചെയ്യുന്നത്? ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അവന്റെ ജീവൻ അപകടത്തിലാവുകയേ ഉള്ളൂ. ദയവ് ചെയ്ത് മിണ്ടാതിരിക്കെ. അതെ, മോട്ടുവും പത്ലുവും ഇവിടെ എത്തി. അവരെന്തായാലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. രഹസ്യവും അത്ഭുതകരവുമായ ഡോക്ടർ
സ്നേക്കിന്റെ ഈ മാന്ത്രിക ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഞാൻ സീരിയസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചിരിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഡോക്ടർ സ്നേക്ക് ചിരിക്കുമ്പോൾ ഈ കാലം കരയും. ചാമ്പ്യൻഷിപ്പ് തുടങ്ങട്ടെ. ആദ്യമായി ഏറ്റുമുട്ടുന്നു ഗോറില്ല മാൻ വേഴ്സസ് ഷാർക്കോർ. ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ പോര് കാണാൻ പോകുന്നത്. അടുത്തതായി ഏറ്റുമുട്ടുന്നു പീകോക്ക് മാൻ വേഴ്സസ് ടൈഗർ ചാൻ. വീണ് കിടക്കുന്ന യോദ്ധാവിനെ മറ്റൊരു യോദ്ധാവ് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. നിനക്കെന്താ ഈ യുദ്ധമുറകളൊന്നും അറിഞ്ഞുകൂടെ? അല്ലെങ്കിൽ തന്നെ നിന്നെ കാണും ഒരു കാട്ടുവാസിയെ പോലെയുണ്ട്. വരൂ, എന്റെ കൂടെ യുദ്ധം ചെയ്യൂ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റാണ്. മനുഷ്യരുടെ കൂടെ മൃഗങ്ങളെ കൊണ്ടാണോ യുദ്ധം ചെയ്യിപ്പിക്കുക? അതും ഒന്നിനു പകരം നിങ്ങൾ രണ്ടുപേരെ അയച്ചു വിട്ടിരിക്കുന്നത്. ഈ ഫൈറ്റ് നിയമത്തിലുള്ളതല്ല. നീ നിന്റെ മന്ത്രവാദത്തിൽ ഇത്രയും അഹങ്കരിക്കുന്നു. എന്നാ കേട്ടോ, ഞാനും ഒരു മന്ത്രവാദി തന്നെയാ. നീ ഇപ്പൊ എനിക്ക് അഷ്ടമി വരെ സമയം താ. പിന്നെ നോക്കിക്കോ, ഞാൻ എന്റെ മന്ത്രവാദം കൊണ്ട് എല്ലാവരെയും മൃഗങ്ങളാക്കും. അപ്പ ചെയ്യുന്ന യുദ്ധം തുല്യന്മാര് തമ്മിലാകും. പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും കാണുകയും ചെയ്യും നിന്റെ ഫൈറ്റേഴ്സിന്റെ കൂടെ നീ തോൽക്കുന്നത്. എവിടത്തെ നിയമമോ ഇവിടത്തെ നിയമം. നിയമവും പോലീസും ജഡ്ജും എല്ലാം ഞാൻ തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ ശരിയുമാണ്, ഒന്നും തന്നെ തെറ്റുമല്ല. ഇവിടെ എനിക്കിഷ്ടമുള്ളതാണ് എപ്പോഴും ശരിയായിട്ടുള്ളത്. എനിക്കിഷ്ടമില്ലാത്തത് തന്നെയാണ് ഇവിടെ തെറ്റായി വിധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫൈറ്റ് ചെയ്ത് വിജയിക്കണം, അല്ലെങ്കിൽ തോറ്റ് പിന്മാറണം. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അഷ്ടമിക്ക് ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കാം അവന് ശരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. ഇനി അഥവാ അവൻ കൂട്ടുകാരെ മൃഗങ്ങളാക്കിയാൽ അവരെ നമുക്ക് ബന്ദികളാക്കി അവരുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ പൊയ്ക്കോ. അഷ്ടമി വരെയുള്ള സമയം നിനക്ക് തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെയെല്ലാം മൃഗങ്ങളായി മാറ്റി ഇവിടെ തന്നെ കൊണ്ടുവരണം. പൊയ്ക്കോ.
Watch India's largest kids library only on Jio Hotstar. Download the app now.